കുറെ നേരമായി ടണൽ റൂമിൽ ഇരുന്ന ഗൂഢാലോചനയാണ് നമ്മുടെ തീയും പെട്രോളും. അല്ല വേണ്ട, തീയെന്നും പെട്രോളെന്നും ഒന്ന് വിളിച്ച് അവരെ മാസാക്കുന്നില്ല ഞാൻ. ഈനാമ്പേച്ചിയും മരപ്പട്ടിയും പിന്നെ അവരുടെ ബംഗാളിയും അങ്ങനെ പറയുന്നതാണ് നല്ലത്. കാരണം അതിനുള്ളതേ ഉള്ളൂ ജബ്രികളും പിന്നെ രസ്മിനും. 3 ടാസ്കിലുമായിട്ട് 7 പോയിന്റുകൾ നേടി ടണൽ ടീം ജയിച്ചതിൽ പിന്നെ ജബ്രികൾക്ക് അവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവും എന്നൊരു ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ആയാൽ ആരെയൊക്കെ ഏതൊക്കെ ടീമിൽ ഇടണം എന്നതായിരുന്നു അവരുടെ ചർച്ച. ഡെന്നും നെസ്റ്റും കംപ്ലീറ്റ്ലി പൊളിച്ചെടുക്കാനുള്ള പരിപാടിയാണ് രണ്ടുപേരും. പിന്നെ ടണലും പൊളിച്ചെടുക്കും. എന്നിട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്സരനെ ടീമിൽ എടുക്കരുത്, അർജുന് നമ്മളോട് കൂറില്ല, പിന്നെ ഋഷിയെ എടുത്താൽ ഋഷി ഓവർ സെൻസിറ്റീവ് ആവും, അൻസിബേനെ എടുത്താൽ പണിയാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവര് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നും നടപ്പിലാവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് മക്കളെ. പുള്ളി ഇരുന്ന് അട്ടഹസിക്കുകയായിരിക്കും ഇതൊക്കെ കേട്ടിരുന്ന. ഇന്ത 1, 2, 3 എല്ലാം പാപ്പാ വിളയാട്ട്. ഹീസ് ദി ഓൺലി വൺ, സാക്ഷാൽ ബിഗ് ബോസ്. 4-5 വയൽക്കാടുകൾ അതിന്റെ അകത്ത് കേട്ടിവിട്ട് എല്ലാവർക്കും സവിശേഷാധികാരം കൊടുക്കാനായിരിക്കും ബിഗ് ബോസിന്റെ പ്ലാന്. ഇവരുടെ പ്ലാനിങ് എല്ലാം വെള്ളത്തിലാവും. ബിഗ് ബോസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയ പുള്ളി തിരിച്ച് നല്ല പണി കൊടുത്തോളൂ. പിന്നെ ഇവര് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. യമുന റാണിനെ വെട്ടണം, കാരണം അവർക്ക് ജിൻഡോയുടെ വക ട്രെയിനിങ് കിട്ടിയതാണ് എന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്. ജിൻഡോ യമുന റാണിക്ക് എന്തോ വിഷം കുത്തി വെച്ചിരുന്നു എന്നും ഗബ്രി പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്.